ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ട തയ്യാറാക്കാം. ഈ ഒരു ബോണ്ട ഉണ്ടാക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോണ്ട തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബോണ്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വളരെ ചെറുതായി അരിഞ്ഞതാണ്, ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ ഇഞ്ചി അതുപോലെ പച്ചമുളകെല്ലാം വളരെ ചെറുതായിട്ട് അരിയണം, കാരണം അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ ഇഞ്ചിയും പച്ചമുളകെല്ലാം ഇങ്ങനെ കടിക്കാൻ കിട്ടും. ആ ഒരു രീതിയിൽ കട്ട് ചെയ്യരുത്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നമ്മൾ കുറച്ച് അധികം തന്നെ ഇടണം, കറിവേപ്പിലേക്കാൾ കൂടുതൽ മല്ലിയില ഇട്ട് കൊടുക്കണം. ഇനി ചേർക്കുന്നത് തൈരാണ്, നല്ല കട്ടി തൈരാണ്. ഒരു 1/4 കപ്പ് കട്ടി തൈര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ജീരകം പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം ഇത്രയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്, ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കായാണ്. 1/4 ടീസ്പൂൺ കായം പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തത്. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല, തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. 1/2 കപ്പ് വെള്ളം കറക്റ്റ് ആവും. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയാണെന്ന് തോന്നിയെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുക. ഒന്നിച്ചൊഴിക്കരുത്, കാരണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളത്തിൽ കറക്റ്റ് ബാറ്റർ കിട്ടാറുണ്ട്. അപ്പം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാവ് എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നോക്കിയിട്ട് മാത്രം ചേർക്കാം. ഇതുപോലെ ഇങ്ങനെ ഇടാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, അത് ലാസ്റ്റ് ചേർത്താൽ മതി. ബാറ്റർ റെഡി ആയതിനു ശേഷമാണ് ചേർക്കേണ്ടത്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. ഈ ബേക്കിംഗ് സോഡ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നന്നായിട്ട് മുങ്ങി പൊരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഉള്ളൊന്നും ഒരുപാട് ടൈം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഉള്ളു വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ മേലയിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പം തന്നെ ഉള്ളു വെന്തിട്ടുണ്ടാകും. അപ്പം പിന്നെ നമ്മളത് തിരിച്ചു മറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്ന ബോണ്ടേനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ബോണ്ട പെട്ടെന്ന് കളർ മാറി വരും, ഒരു ഗോൾഡൻ കളറായിട്ട് വരും. ആ ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബോണ്ടയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.